കോന്നിയിൽ LDF പ്രചാരണ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചത് സജീവ CPM പ്രവർത്തകരെ. 25 വർഷമായി CPM പ്രവർത്തകനായ അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക സ്വദേശി ദാസ് പി ജോർജാണ് അപമാനിക്കപ്പെട്ടത്. സദസ്സിലിരുന്നുള്ള ചോദ്യത്തിന് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. 25 വർഷം പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ പോകേണ്ടതുകൊണ്ട് മെമ്പർഷിപ്പ് ഞാൻ പുതുക്കിയിട്ടില്ല. പിന്നെ പുതുക്കാനൊട്ട് ശ്രമിച്ചിട്ടുമില്ല. എങ്കിലും പാർട്ടിയുടെ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞാൻ പാർട്ടി കുടുംബത്തിൽ തന്നെ പിറന്നവനാണ്. പുല്ലുവായിട്ടാണ് എൻ്റെ ജോലി. വീട്ടിൽ ഞാൻ തന്നെയാണ് താമസം. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, നോക്കൂ, ഒരു വേദിയാണ്. സദസ്സിലിരുന്ന് ഒരാൾ വേദിയെ നോക്കി ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറയുന്നു. അവിടെ ആ ക്ഷണം മറുപടി വരികയാണ്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച ചോദ്യമോ എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പറയാം, നമുക്ക് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ പോലും ഒക്കെയാണ്. പക്ഷേ ഈ സാധാരണ പ്രതികരിക്കും പോലെ ഒരു മുഖ്യമന്ത്രി പ്രതികരിക്കുകയാണ്. അതായത് ഉള്ളിലുള്ള ഫ്രോഡ് പുറത്തു വരുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ചോദ്യം സഖാവേ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് ആ സെക്കൻഡിൽ മറുപടി പറയുകയാണ്. ഈ സജീവ പ്രവർത്തകൻ ഇപ്പോൾ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ് എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എത്രയൊക്കെ മറച്ചു പിടിക്കാനും അല്ലെങ്കിൽ PR ഉപയോഗിച്ച് വെള്ളപൂശാനൊക്കെ ശ്രമിച്ചാലും ഉള്ളിലുള്ള ഈ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അറിയാതെ പുറത്തു വരും എന്നുള്ള കാര്യം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ കോന്നിയിൽ സംഭവിച്ചിട്ടുള്ള സംഭവം വ്യക്തമാക്കുന്നത്. അതായത് എതിർ രാഷ്ട്രീയ കക്ഷികളോടോ അവിടുത്തെ നേതാക്കളോടൊക്കെ ഈ രീതിയിലുള്ള പെരുമാറ്റവും പ്രതികരണവും ഒക്കെ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ സജീവ പ്രവർത്തകരായിട്ടുള്ള ഒരാൾക്ക് പോലും ഇയാളുടെ മുന്നിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലൊന്നും ഒരു ചോദ്യം ചോദിക്കാൻ പോലുള്ള അവകാശമില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഈ കോന്നി അട്ടച്ചാക്കൽ സ്വദേശിയായിട്ടുള്ള ദാസ് പി ജോർജ് എന്ന് പറയുന്ന CPMൻ്റെ കഴിഞ്ഞ 25 വർഷമായിട്ട് സജീവ പ്രവർത്തനത്തിലുള്ള CITU തൊഴിലാളിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ പിണറായിയുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. അയാൾ ഇന്നലെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് സഖാവേ എന്ന് ചോദിച്ചപ്പോഴാണ് അതൊക്കെ അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള ഒരു ധിക്കാരപൂർവ്വമായിട്ടുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഈ ദാസ് പി ജോർജിനെ പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ഈ രീതിയിലാണ് പറഞ്ഞത്. അതായത് താൻ 25 വർഷമായിട്ട് CITU തൊഴിലാളിയാണ്, പുല്ലുവെട്ട് തൊഴിലാളിയാണ്, CPMൻ്റെ എല്ലാ പരിപാടികളും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷവും ആ പരിപാടി അവിടെ നിന്ന് താൻ പൂർണ്ണമായിട്ടും കേട്ടു, മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു എന്ന് അതിനുശേഷമാണ് മടങ്ങിയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനുശേഷം ഈ CPM പ്രവർത്തകരുടെയും CPM നേതാക്കളുടെയും ഭാഗത്തു നിന്ന് വലിയ ഭീഷണിയൊക്കെ അയാൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും കൂടുതൽ സംസാരിക്കാനായിട്ട് തയ്യാറാകാതിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇന്നലെ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ പല ആ വേദിയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കളും അവിടെ ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയക്കാരും CPM പ്രവർത്തകരും ഒക്കെ അയാളെ ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള വിഷ്വലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പോലും അയാളെ അവിടെ നിന്ന് മാറ്റുന്നൊക്കെ ആംഗ്യം കാണിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭീഷണിയും അതൊക്കെ തുടർന്നാണ് എന്തായാലും ഇപ്പോൾ ദാസ് കൂടുതൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പ്രതികരണം, തനിക്കുണ്ടായ മനോവിഷമത്തെ തുടർന്നുണ്ടായ പ്രതികരണം കൂടുതൽ കടുപ്പിച്ച് പറയാത്തത്. എങ്കിൽ പോലും താനൊരു സഖാവായിരുന്നു, 25 വർഷമായിട്ട് പ്രവർത്തകനാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പോലും അയാൾക്ക് നേരെ ഈ രീതിയിലൊരു പ്രതികരണമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഏറെ ശ്രദ്ധിക്കേണ്ടത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ ഭാഗത്തു നിന്നാണ് അയാളുടെ പൊതുജനമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ പാർട്ടിയിലെ ഒരു സജീവ സംഘാംഗമായിട്ടുള്ള ആൾക്ക് നേരെ പോലും ഈ രീതിയിൽ ധിക്കാരപരമായിട്ടുള്ളൊരു പെരുമാറ്റം നടത്തിയിരിക്കുന്നത്. ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത പ്രതികരണമായിരുന്നു, അമാന്യമായിട്ടുള്ള പ്രതികരണമായിരുന്നു, അൺപാർലമെന്ററി ആയിട്ടുള്ള പ്രതികരണങ്ങൾ മുമ്പും പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. എന്തായാലും തുടർച്ചയായിട്ട് തന്നെ ഈ സംഭവത്തെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ന്യായീകരിച്ചത് ചോദിക്കേണ്ട വേദിയിൽ ചോദിച്ചില്ലെങ്കിൽ മറുപടി ഇങ്ങനെ ഇരിക്കുമെന്നാണ്. അതായത് ചോദിക്കേണ്ട വേദിയായിരിക്കാം, പക്ഷേ പറയാൻ പാടില്ലാത്തത് പറഞ്ഞാൽ അത് മറുപടിയാവുന്നത് എങ്ങനെയാണ്?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം തുടരുക തന്നെയാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിലും ആ രീതിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ആ രീതിയിലായിരുന്നില്ല ഈ പിണറായി തിരിച്ച് അതിനെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. മുമ്പും ഈ രീതിയിലൊക്കെ പല രാഷ്ട്രീയ നേതാക്കളുമൊക്കെ വേദിയിൽ സംസാരിക്കുന്ന വേളയിൽ സദസ്സിൽ നിന്ന് ഉയർന്ന ചോദ്യത്തെയൊക്കെ സൗമ്യമായിട്ടും സരളമായിട്ടുമൊക്കെ നേരിട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രിമാരും ഒക്കെ കേരളത്തിനുമുണ്ട്, അതിന് പുറത്തുമൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു പ്രതികരണം ഒട്ടും യോജിച്ചതായിരുന്നില്ല. പ്രത്യേകിച്ച് ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമല്ല പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ രീതിയിൽ കൃത്യമായിട്ട് എങ്ങനെയായിരുന്നു അതിനെ ഡീൽ ചെയ്ത് വിടേണ്ടിയിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇതിന് ശേഷം എനിക്ക് മറുപടി നൽകാമെന്നോ ആ രീതിയിലൊക്കെ സൗമ്യമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞൊഴിയാമായിരുന്നു. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ വായിൽ നിന്ന് വീണുപോയതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ആ സഖാവെ ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊക്കെ ഇങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് അതൊരു തീർത്തും അമാന്യമായിട്ടുള്ള മാന്യതയ്ക്ക് നിരക്കാത്തൊരു പ്രതികരണം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമ്മൾ ആദ്യം അതായത് ഈ ചോദ്യം ചോദിച്ച ആളിനൊരു പക്ഷേ ആ യോഗത്തിന്റെ രീതിയൊന്നും അറിയണമെന്നില്ല. ഒരു സാധാരണ മനുഷ്യനാണ്, സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. പക്ഷെ ഉത്തരം പറയേണ്ട ആളിന് ഇതൊക്കെ അറിയാമല്ലോ. അതിലാണ് അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്നത്. ശ്രുതം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ആ യുക്തിപരപൂർവ്വമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചോദ്യം ചോദിച്ച വ്യക്തി ഒരു സാധാരണക്കാരനാണ്, ഒരു പുല്ലുവെട്ട് തൊഴിലാളിയാണ്, ആ കോന്നിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ദാസ് പി ജോർജ്. അയാൾക്ക് ആ വേദിയിൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു ചോദിക്കുന്നതിൽ ഔചിത്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കില്ല. അദ്ദേഹം ഒരു തീർത്തും സാധാരണക്കാരായിട്ടുള്ള ആളാണ്, പുല്ലുവെട്ടി നടക്കുന്ന ഒരു തൊഴിലാളിയാണ്. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പഠിക്കണമായിരുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്ത രീതി ഒട്ടും ശരിയായില്ല എന്നുള്ള കാര്യം സുവ്യക്തമാണ്. എന്തായാലും ഈ ചിരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് മലയാളികൾ കണ്ടുവരികയായിരുന്നു. അതൊക്കെ വെറും കാപട്യമാണ്, പൊള്ളയാണ്, അതൊക്കെ ഉണ്ടാക്കിയെടുത്ത ഇമേജാണ് എന്നുള്ള കാര്യം എന്തായാലും ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശം CPM-നെയും ഇടതുമുന്നണിയെയും പിണറായി വിജയനെയും വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ്, പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ചോദ്യം എന്നൊരു സാധാരണ പാർട്ടി പ്രവർത്തകൻ സദസ്സിലിരുന്ന് വേദിയിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നാണ് ഉത്തരമെങ്കിൽ, സഖാവെ ഒരു വോട്ടെന്ന് വേദിയിൽ നിന്ന് സദസ്സിലേക്ക് നോക്കി നിങ്ങൾ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ഇരുന്നാൽ മതിയെന്ന ഉത്തരമാകും ഉണ്ടാവുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.